ഹലോ ഗായ്സ്, വെക്കേഷന് നാട്ടിലേക്ക് വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോകല് തുടങ്ങി കേട്ടോ. ആരാന്ന് വെച്ചാൽ ഇക്ക ഫസ്റ്റ് പോയി, സെക്കൻഡ് ഇതാ ചെറിയാക്കും കൂടി പോകാനായിട്ടുണ്ട്. അപ്പോൾ പോണതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്താൽ വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. വൈകിട്ടായപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അവിടെ 8 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസിങ് ടൈം അല്ലേ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല, നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ആസ് യൂഷ്വൽ സ്വന്തം ബീച്ചിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. അവിടെ എത്തിയതും നമ്മൾ ആദ്യം തന്നെ ചായ കുടിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചായയും കടികളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കാര്യം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൗണി വിത്ത് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാനില കേക്കും ഹോട്ട് ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമായത് ബ്രൗണിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ മോനാണെങ്കിൽ നല്ല ആക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ. അവൻ ഉറങ്ങുമായിരുന്നു, അപ്പോൾ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ മോനെ. ഇനിയിപ്പോൾ എന്നാ ബീച്ചിലേക്ക് വരിക എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് കളിക്കട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. അങ്ങനെ കുറേ നേരത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ പോവാണ് കേട്ടോ. നമുക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലുലുവിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്തൊന്നും മോൻ വരാൻ തീരെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ബബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് ആളൊന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ നേരെ ലുലുവിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയതും പിന്നെ നേരെ ഹൈപ്പറിലേക്കാണ് കേട്ടോ ആദ്യം കയറിയത്. അവിടെ എത്തിയതും മോൻക്ക് കിൻഡർ ജോയ് വേണം. പിന്നെ ആളൊന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൈ കൊടുത്തപ്പോൾ. പിന്നെ ഇതാ ചെറിയാത്താൻ്റെ കൂടെ കൂടി കുറേ ചട്ടിയും പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല. ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നാൽ വാങ്ങും. അതങ്ങനെയാണല്ലോ, കണ്ട് കണ്ട് ഇങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഞാനും കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു നെയിൽ കട്ടറൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ കുഞ്ഞ് നെയിൽ കട്ടറാകുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ നമുക്ക് നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതാ നമ്മുടെ ഫേവറേറ്റ് ബോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഗോൾഡൻ റിബൺ പറഞ്ഞ ഫ്ലേവർ കാര്യമായിട്ട് തരികയാണ്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളിതാ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് നേരെ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തെവിടെയെങ്കിലും ഇറങ്ങിയാലും മോൻക്ക് കാറും വണ്ടി ഇല്ലാണ്ട് തീരെ പറ്റൂല. അതുകൊണ്ട് പിന്നെ ആദ്യം നമ്മൾ കുറച്ച് നേരം ഇതിലേക്കൂടെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ടോയ്സിൻ്റെ സെക്ഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരു JCBയും പിന്നെ കാറും എല്ലാം വാങ്ങിക്കൊടുത്തതിൻ്റെ ശേഷമാണ് ആളൊന്ന് കൂളായത്. പിന്നെ അതും പിടിച്ചായിട്ട് ആളുടെ നടത്തം. പിന്നെ നമ്മൾ അധികം അങ്ങനെ കറങ്ങി നിൽക്കാനൊന്നും സമയമില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ചെറിയൊക്കെ പോണതിന് മുമ്പ് ചെറിയൊരു ഔട്ടിങ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ. ടാറ്റാ.